വെൽക്കം ബാക്ക് ടു മൈ ചാനൽ യുവർ ഓൺലൈൻ ടീച്ചർ. +2 എക്കണോമിക്സിൽ നിന്ന് നമ്മൾ നിർബന്ധമായിട്ടും പഠിക്കേണ്ട 10 ഗ്രാഫ്സ് ആണ് ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഈ 10 ഗ്രാഫ് വളരെ പ്രധാനപ്പെട്ടതാണ്, നിങ്ങൾ നിർബന്ധമായിട്ട് പഠിച്ചിട്ട് പോകണം കേട്ടോ. ഓക്കെ, അപ്പോൾ അതിനു മുന്നേ നമ്മുടെ വാരിയർ ബാച്ചിൻ്റെ അഡ്മിഷൻ വളരെ ഉടനെ തന്നെ നമ്മൾ ക്ലോസ് ചെയ്യും. അതുകൊണ്ട് തന്നെ നമുക്ക് എത്രയും പെട്ടെന്ന് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാനുള്ളതാണ്. ഡിസംബർ 1 ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. ആരെങ്കിലും ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതുവരെ ഒന്നും പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ജോയിൻ ചെയ്ത് ക്രിസ്മസ് എക്സാം നമുക്ക് സെറ്റാക്കാം, അടിപൊളിയാക്കാം. ഓക്കെ, അപ്പോൾ 10 ഗ്രാഫ്സ് ആണ്. അതിൽ ആദ്യത്തേത് നമ്മളോട് ഇത് ഒരുപാട് തവണ എക്സാമിന് വന്നിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. മാർക്കറ്റ് ഈക്വിലിബ്രിയവും എക്സസ് ഡിമാൻഡും എക്സസ് സപ്ലൈയും എല്ലാം കാണിക്കാൻ പറഞ്ഞിട്ട് അതിൽ നമ്മൾ ഡിമാൻഡ് കർവ് വരയ്ക്കുക, സപ്ലൈ കർവ് വരയ്ക്കുക, രണ്ടും കൂടി കൂട്ടിമുട്ടി താഴേക്ക് ലൈൻ വരയ്ക്കുമ്പോൾ ഈക്വിലിബ്രിയം ക്വാണ്ടിറ്റി കിട്ടും, ഇങ്ങോട്ടാകുമ്പോൾ ഇക്വിലിബ്രിയം പ്രൈസ് കിട്ടും. അപ്പോൾ ഈ എന്ന് പറയുന്നതാണ് ഇക്വിലിബ്രിയം. അതിൻ്റെ മുകളിലേക്കുള്ള പോർഷൻസ് ഉണ്ടല്ലോ, അത് നോക്കി അവസാനം ഏതാ നിൽക്കുന്നത്? സപ്ലൈ അല്ലേ. സോ മനസ്സിലാക്കുക അത് എക്സസ് സപ്ലൈ ആണ്. ഇനി ഇക്വിലിബ്രിയത്തിന് താഴേക്ക് നിൽക്കുന്ന പോർഷൻസിൽ അവസാനം ഏതാ നിൽക്കുന്നത്? ഡിമാൻഡാണ്. സോ മനസ്സിലാക്കുക അത് എക്സസ് ഡിമാൻഡാണ്. അപ്പോൾ എക്സസ് സപ്ലൈയും എക്സസ് ഡിമാൻഡും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ഗ്രാഫ് വരയ്ക്കാൻ ചോദിച്ചേക്കാം. അത് ഇതിനു മുന്നേ ചോദിച്ചിട്ടുള്ളതാണ്. പിന്നെ പ്രൈസ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡിൻ്റെ 5 ഡിഗ്രീസും അതിൻ്റെ ഗ്രാഫും. പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഉണ്ട് ഇങ്ങനെ ഒരു പാരലൽ ലൈനായിട്ട്, പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ഉണ്ട് പെർപെൻഡിക്കുലർ ലൈനായിട്ട്, യൂണിറ്ററി ഇലാസ്റ്റിക് ഇങ്ങനെ വരും. ദെൻ എന്താണ് ഇലാസ്റ്റിസിറ്റി ഗ്രേറ്റർ ദാൻ വൺ വരുമ്പോൾ ഇങ്ങനെ ചരിച്ച് വേണം വരയ്ക്കാൻ. <1 വരയ്ക്കുമ്പോൾ കുത്തർ വേണം വരയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു 5 ഡിഗ്രി നിർബന്ധമായിട്ട് പഠിക്കണം കേട്ടോ. പിന്നെ വളരെ പ്രധാനപ്പെട്ട 5 മാർക്കിന് ചോദിക്കുന്ന ഒരു ഗ്രാഫാണ് ഷോർട്ട് റണ്ണിലെ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ്റെ ഗ്രാഫ്. അത് സിമ്പിളാണ്. ആദ്യം നമ്മൾ എക്സ് ആക്സിസും വൈ ആക്സിസും വരയ്ക്കുക, എന്നിട്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. അതാണ് AR = MR = ഡിമാൻഡ് അല്ലെങ്കിൽ പ്രൈസ് ലൈൻ. അതൊക്കെ സെയിമാണ്. അപ്പോൾ AR = MR = D എന്ന് എഴുതി വെച്ചേക്കാം. എന്നിട്ട് ഇങ്ങനെ വരച്ചിട്ടെ ഏതെങ്കിലും ഒരു പോയിന്റിലേക്ക് വെറുതെ താഴേക്ക് വരയ്ക്കാം. അങ്ങനെയാണ് ഇതിവിടെ താഴേക്ക് വരച്ചിരിക്കുന്നത്. അങ്ങനെ താഴേക്ക് വരച്ചിട്ട് നമ്മൾ ഇങ്ങനെ ആ ഒരു പോയിന്റിലൂടെ കടന്നു പോകുന്ന രീതിയിൽ കണ്ടോ ഇങ്ങനെ ഒരു കർവ് വരയ്ക്കാം. അതാണ് നമ്മുടെ മാർജിനൽ കോസ്റ്റ് കർവ്. ഇത്രയും വരച്ചു കഴിഞ്ഞാലുണ്ടല്ലോ ഷോർട്ട് റണ്ണിൽ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ആയി. കാരണം പ്രോഫിറ്റ് മാക്സിമൈസേഷൻ്റെ കണ്ടീഷൻ എന്താ? ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് P = MC = MR എന്നുള്ളതാണ്. ഇവിടെ MC-യും MR-ഉം എല്ലാം ഈക്വലായി. രണ്ടാമത്തേതെന്ന് പറയുന്നത് MC ഷുഡ് ബി നോൺ ഡിക്രീസിങ് എന്നാണ്. നോൺ ഡിക്രീസിങ്. MC മുകളിലേക്കല്ലേ പോയിക്കൊണ്ടിരിക്കുന്നത്, കുറഞ്ഞിട്ടില്ല. ദെൻ മൂന്നാമത്തേതെന്ന് പറയുന്നത് പ്രൈസ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മിനിമം ഓഫ് AVC. ഇതിൽ AVC കൂടി കാണിക്കണം കേട്ടോ, ഇതുകൂടി വരാനുണ്ട്. അപ്പോൾ AVC നമ്മളിതിൽ വരയ്ക്കണം. AVC ഇങ്ങനെ AVC-യും കൂടി ഇതിലേക്ക് വരയ്ക്കണം കേട്ടോ. AVC-യുടെ മിനിമത്തിനോട് ഈക്വൽ ആയിരിക്കണം പ്രൈസ് എന്ന് പറയുന്നത്. 3 കണ്ടീഷൻ വന്നാലാണ് ഷോർട്ട് റണ്ണിലെ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ആകുള്ളൂ. അപ്പോൾ ഇത്രയും വരച്ചാലാണ് ഷോർട്ട് റണ്ണിലെ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ആകുന്നത്. ലോങ് റണ്ണിലും സിമിലർ തന്നെയാണ്. അവിടെ വ്യത്യാസം വരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ P = MC = MR. MC ഷുഡ് ബി നോൺ ഡിക്രീസിങ്. അതിനെ LRMC എന്ന് പറയുന്നുള്ളൂ. അവിടെ MC എന്ന് പറഞ്ഞതിന് ഇവിടെ LRMC എന്ന് പറയും. പിന്നെ മൂന്നാമത്തെ കണ്ടീഷൻ പ്രൈസ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മിനിമം ഓഫ് LRAC ആണ്. നമ്മളവിടെ AVC എന്ന് പറഞ്ഞതിന് പകരം ഇവിടെ ഇങ്ങനെ ഒരു കർവും കൂടി വരച്ചിട്ട് LRAC എന്ന് എടുക്കുക. LRACയുടെ മിനിമം പോയതിനോട് ഈക്വൽ ആയിരിക്കണം. ഇത്രയും വരച്ചാൽ ലോങ് റണ്ണിൻ്റെ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ കർവായി. ദെൻ ഷോർട്ട് റണ്ണിൽ ഷട്ട് ഡൗൺ പോയിന്റ് ഏതാണെന്ന് ചോദിക്കും. ഷോർട്ട് റണ്ണിലെ ഷട്ട് ഡൗൺ പോയിന്റ് എന്ന് പറയുന്നത് മിനിമം ഓഫ് AVC ആണ്. AVCയുടെ മിനിമം പോയിന്റ് ഏതാണോ അതാണ് ഇവിടെ കണ്ടോ, ഈ ഒരു ഭാഗമാണ് മിനിമം പോയിന്റ് വരുന്നത്, അതാണ് ഷട്ട് ഡൗൺ പോയിന്റ്. ലോങ് റണ്ണിലേക്ക് വരുമ്പോൾ ഷട്ട് ഡൗൺ പോയിന്റ് എന്ന് പറയുന്നത് മിനിമം ഓഫ് LRAC ആണ്. മിനിമം ഓഫ് LRACയുടെ മിനിമം പോയിന്റ് കണ്ടോ, ഇതാണ് അതിൻ്റെ ഷട്ട് ഡൗൺ പോയിന്റ്. ഇനി ബ്രേക്ക് ഈവൻ പോയിന്റ് ചോദിച്ചാലോ, ലോങ് റണ്ണിൽ ബ്രേക്ക് ഈവൻ പോയിന്റും ഷട്ട് ഡൗൺ പോയിന്റും സെയിം തന്നെയാണ്. ബ്രേക്ക് ഈവൻ പോയിന്റും ഷട്ട് ഡൗൺ പോയിന്റും LRACയുടെ മിനിമം ആണ്. മിനിമം ഓഫ് LRAC ആണ്. പക്ഷേ ബ്രേക്ക് ഈവൻ പോയിന്റ് ഷോർട്ട് റണ്ണിൽ വ്യത്യാസമുണ്ട്. ഷോർട്ട് റണ്ണിലെ ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറയുന്നത് മിനിമം ഓഫ് AC ആണ്. SAC അല്ലെങ്കിൽ AC എന്ന് പറയാം. ആവറേജ് കോസ്റ്റിൻ്റെ മിനിമം ആണ്. അതാണ് ഡിഫറൻസ്. പിന്നെ അഗ്രിഗേറ്റ് ഡിമാൻഡ്, ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. യൂണിറ്റ് 4 മാക്രോ എക്കണോമിക്സിന് യൂണിറ്റ് 4-ൽ നിന്ന് ഒരുപാട് തവണ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഗ്രാഫാണ്. നമ്മളോട് അഗ്രിഗേറ്റ് ഡിമാൻഡ് കമ്പോണൻസും അല്ലെങ്കിൽ ഇക്വിലിബ്രിയം ഇൻകം ഡിറ്റർമിനേഷൻ്റെ ഗ്രാഫ് അങ്ങനെ പല രീതിയിലാണ് ചോദിക്കാം.
ഇക്വിലിബ്രിയം, ഇൻകം ഡിറ്റർമിനേഷൻ്റെ ഗ്രാഫ് വരയ്ക്കുക, അങ്ങനെ പല രീതിയിലൊക്കെ ആയിട്ടായിരിക്കും ചോദിക്കുക. എന്തായാലും നിങ്ങൾ നിർബന്ധമായിട്ട് പഠിച്ചിരിക്കേണ്ട ഒരു ഗ്രാഫാണിത്. അപ്പോൾ അതിനെന്ത് ചെയ്യണമെന്ന് അറിയോ? ഇവിടെയാണ് നമ്മൾ ഡിമാൻഡ് ആൻഡ് സപ്ലൈ കാണിക്കുന്നത്, ഇവിടെയാണ് ഇൻകം കാണിക്കുന്നത്. ആ 2 ലൈൻ വരച്ചു. അതിനുശേഷം ഇങ്ങനെ ഒരു ചെരിച്ചിട്ട്, പ്രൊട്രാക്ടർ ഒന്നും വേണ്ട, ചെരിച്ച് ഒരു 45 ഡിഗ്രി ഏകദേശം ഒരു ചെരുവിൽ ഒരു ലൈൻ വരയ്ക്കുക. അതാണ് നമ്മുടെ സപ്ലൈ കർവ്. ദെൻ ഇങ്ങനെ ചരിച്ച് ഇങ്ങോട്ടൊരു ലൈൻ വരച്ചാൽ അതാണ് നമ്മുടെ അഗ്രിഗേറ്റഡ് ഡിമാൻഡ് കർവ്. രണ്ടും കൂടി കൂട്ടിമുട്ടുന്ന പോയിന്റാണ് ഇക്വിലിബ്രിയം. അവിടെ നിന്ന് താഴേക്ക് വരയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ഇക്വിലിബ്രിയം ഇൻകം. കേട്ടോ? അപ്പോൾ അതാണ്. പിന്നെ നമ്മളോട് ചോദിക്കുക ബഡ്ജറ്റ് ലൈൻ വരയ്ക്കാനാണ്. അപ്പോൾ ബഡ്ജറ്റ് ലൈനിൽ അറിയാലോ, ബഡ്ജറ്റ് ലൈനിൻ്റെ ഇക്വേഷൻ P1 x1 + P2 x2 = M ആണ്. ഇതാണ് അവിടുത്തെ വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ്, അത് കാണാൻ M/P2. ഇതാണ് അവിടുത്തെ ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ്, അത് കാണാൻ M/P1. പിന്നെ സ്ലോപ്പ് കാണാൻ വേണ്ടിയിട്ട് -P1/P2. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മെയിനായിട്ട് പ്രധാനപ്പെട്ട് എക്കണോമിക്സിൽ നിന്ന് പഠിച്ചിരിക്കേണ്ട 10 ഗ്രാഫ്സ്. വീഡിയോ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഹെൽപ്ഫുൾ ആയെങ്കിൽ താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. താങ്ക്